നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിലേഷൻ ബിറ്റ്വീൻ ദ ചേഞ്ചസ് ഇൻ ദ പൊസിഷൻസ് ആൻഡ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പൊസിഷനും ടേംസും തമ്മിലുള്ള ചേഞ്ചിനനുസരിച്ച് എന്താണ് അവിടെ ഒരു റിലേഷൻ വരുന്നുണ്ട്. ആ ഒരു റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു സീക്വൻസ് എടുക്കാം അല്ലേ. എക്സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുകയാണെന്ന് 5, 15, 25, 35 എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മളെടുത്തു, ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്കതിൻ്റെ പൊസിഷനും ടേമും ഒന്ന് എഴുതി നോക്കാം. പൊസിഷൻ ഓർ ടേം. ഫസ്റ്റ് പൊസിഷനിൽ ആരെ കിടക്കണേ? 5. സെക്കൻഡ് പൊസിഷനിൽ 15. തേർഡ് പൊസിഷൻ 25. ഫോർത്ത് പൊസിഷനിൽ 35. ഫിഫ്ത്ത് പൊസിഷനിൽ 45. സിക്സ്ത് പൊസിഷനിൽ 55. സെവൻത്ത് പൊസിഷൻ ആകുമ്പോൾ 65. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. ഇനി നോക്കിയേ, ഇനി ഇവ തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കേട്ടോ, പൊസിഷൻ ഇൻക്രീസസ് ബൈ 1. പൊസിഷൻ ഇൻക്രീസസ് ബൈ 1. അതായത് പൊസിഷൻ 1-ൽ നിന്ന് 2, അങ്ങനെ 2-ൽ നിന്ന് 3, 3-ൽ നിന്ന് 4, അങ്ങനെ പൊസിഷൻ 1 ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ടേം അവിടെ എത്ര ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ടേം ഇൻക്രീസസ് ബൈ എത്രയാണ്? പൊസിഷൻ 1 പോകുന്നതിനനുസരിച്ച് ടേം 10 വെച്ചിട്ട് അവിടെ ഇൻക്രീസ് ചെയ്യണം അല്ലേ. 5-ൽ നിന്ന് 50-ൽ എത്താൻ 10, 50-ൽ നിന്ന് 25-ൽ എത്താൻ 10. അപ്പോൾ ഓരോ പൊസിഷൻ കയറുന്നതിനനുസരിച്ച് ടേം അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് 10 ആണ്. ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 ആണെങ്കിലോ? പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 അങ്ങനെയാണെങ്കിൽ ടേം ഇൻക്രീസസ് ബൈ എത്രയായിരിക്കും? നോക്ക്, നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ 1-ൽ നിന്ന് പൊസിഷൻ 2 ആണ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അടുത്തത് ഏതാ വരിക? 3. 3-ൽ നിന്ന് 5, 5-ൽ നിന്ന് 7. 1-ൻ്റെ താഴെ ഏതായിരുന്നു? 5. 3-ൻ്റെ താഴെ 25, 5-ൻ്റെ താഴെ 45, 7-ൻ്റെ താഴെ 65. അപ്പോൾ പൊസിഷൻ 2 ഇവിടെ ഇൻക്രീസ് ചെയ്തപ്പോൾ ടേം എത്ര ഇൻക്രീസ് ചെയ്ത്? 20 അല്ലേ. 5-ൽ നിന്ന് 25 എത്താൻ വേണ്ടിയിട്ട് 20 ആണ് വേണ്ടി വന്നത്. 25-ൽ നിന്ന് 45-ൽ എത്താൻ 20. അപ്പം പൊസിഷൻ ഇൻക്രീസസ് ബൈ 1 ആണെങ്കിൽ ടേം ഇൻക്രീസസ് ബൈ 10 ആയിരുന്നു. പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 ആക്കിയപ്പോഴോ ടേം ഇൻക്രീസസ് ബൈ 20. ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 1 × 2 ആണ് അല്ലേ. ഈ ആദ്യം 1 ആയിരുന്നു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 20 എന്ന് പറയുന്നത് എന്താണ്? 10 × 2. ഇവിടെ സെയിം ഏത് നമ്പർ കൊണ്ടാണ് ചെയ്തത്? 2. അപ്പോൾ ഇവിടെയും സെയിം 2. അപ്പോൾ അവിടെ 20. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഇൻക്രീസസ് ബൈ 3. അപ്പോൾ അവിടെ എന്ത് വരും? ടേം ഓൾസോ ഇൻക്രീസസ് ബൈ 30. കണ്ടോ, 30 വെച്ചിട്ട് അവിടെ ഡിഫറൻസ് വരും. കണ്ടോ, 10 × 3. 3 ആണ് അവിടെ പൊസിഷൻ മാറിയത്. അപ്പോൾ അവിടെ ഓൾറെഡി ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പം 10 ആണ് ഇൻക്രീസ് ആയത്. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 3 വന്നപ്പോൾ 10 × 3 30. കേട്ടോ, ഇൻക്രീസസ് ബൈ 30. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, ടേം ഇൻക്രീസസ് ബൈ 10. പൊസിഷൻ ഇൻക്രീസസ് ബൈ 2, ടേം ഇൻക്രീസസ് ബൈ 10 × 2 20. और പൊസിഷൻ ഇൻക്രീസസ് ബൈ 3, ടേം ഇൻക്രീസസ് ബൈ 10 × 3 30. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു റിലേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ഇനി നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസിൻ്റെ ഒന്ന് എടുത്ത് നോക്കാമല്ലോ. ഡിക്രീസിനും ഇതുപോലെ ശരിയാണോ എന്ന് നമുക്ക് നോക്കട്ടെ. പൊസിഷൻ ഓർ ടേം. ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് 50, സെക്കൻഡ് പൊസിഷനിൽ 45. കണ്ടോ, ഒരു ഡിക്രീസിങ് സീക്വൻസാണ്. 5 വെച്ചിട്ട് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പൊസിഷനിൽ 40, ഫോർത്ത് പൊസിഷനിൽ 35, 30, 25, 20 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ്. ഇവിടെ നോക്കിയേ, പൊസിഷൻ ഇൻക്രീസസ് ബൈ 1. പൊസിഷൻ ഇൻക്രീസസ് ബൈ 1. അപ്പോൾ അവിടെ എന്ത് വന്നു? ടേം അവിടെ എന്താ ചെയ്യണത്? ഇവിടെ ഡിക്രീസാണ് ആയിക്കൊണ്ടിരിക്കണേ. ടേം ഡിക്രീസസ് ബൈ എത്ര വെച്ചിട്ടാണ്? 50-ൽ നിന്ന് 45 ആവാൻ 5 അല്ലേ. 5 വെച്ചിട്ട് അവിടെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 ആണെങ്കിലോ കണ്ടോ, 1-ൽ നിന്ന് 3 ആയി. അപ്പോൾ 50-ൽ നിന്ന് 40. കണ്ടോ, 10 ആണ് അവിടെ. ടേം ഡിക്രീസസ് ബൈ 10. കണ്ടോ, ഇതെങ്ങനെ 10 വന്നാൽ? ഇവിടെ 1-ൽ നിന്ന് 2, അതായത് 1 × 2. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ 5-നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 10. ഇനി പൊസിഷൻ ഇൻക്രീസസ് ബൈ 3. അപ്പോൾ ടേം ഇൻക്രീസസ് ബൈ
5 ഇൻറ്റു 3 15 നോക്കിയാൽ 1ൽ നിന്ന് 4ലേക്ക് ആവാൻ, അതായത് 15 35ലേക്ക് 15 കണ്ടോ. അപ്പോൾ 5 ഇൻറ്റു 3 15. അപ്പോൾ അവിടെ അത് ഡിക്രീസ് ആണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ റിലേഷൻ അവിടെ അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട് കണ്ടോ. എത്രയാണെങ്കിൽ അതിൻ്റെ 2 ആവുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, 3 ആവുമ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അത് ടേമും ഇൻക്രീസ് ചെയ്യും, പൊസിഷൻ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച്. ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ അത് പൊസിഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടേം അവിടെ ഡിക്രീസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, പക്ഷേ ആ റിലേഷൻ ഒരേപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിതിൽ എന്ത് പറയാൻ പറ്റും? ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് എ ഫിക്സഡ് നമ്പർ. എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ, ദ പ്രോഡക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ. കണ്ട, ഏതാണ് പൊസിഷൻ? പ്രോഡക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ. 2 ആണ് ചേഞ്ച് ആവണമെങ്കിൽ ആ 2 ആൻഡ് എ ഫിക്സഡ് നമ്പർ. ഫിക്സഡ് നമ്പർ പറയുന്നത് ഒരു നമ്പറാണല്ലോ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു നമ്പറാണ് ഇവിടെ പറയുന്നത്, ആൻഡ് എ ഫിക്സഡ് നമ്പർ കണ്ടോ. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിലെ ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ്, എന്താണ് ചേഞ്ച് ഇൻ ടേംസ് എന്താ വന്നത്? ദ പ്രോഡക്റ്റ് ഓഫ് എ ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് എ ഫിക്സഡ് നമ്പർ. അതായത് കോമൺ ഡിഫറൻസ് നമ്മൾ പറയില്ല, ഇപ്പോൾ ഈ 5 എന്നൊക്കെ പറയുന്നത് കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് വിത്ത് അവിടെ പൊസിഷൻ എത്രയാണ് ചേഞ്ച് വന്നത്? 2 ആണെങ്കിൽ സെയിം 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ പൊസിഷൻ ഇൻക്രീസസ് ബൈ 3 ആണെങ്കിൽ ആ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് വിത്ത് 3 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. ഈ സെയിം കൺസെപ്റ്റ് തന്നെ പ്രൊപ്പോർഷൻ വെച്ചിട്ട് പറയാം. നിങ്ങൾ പ്രൊപ്പോർഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇൻ എനി അരിത്തമെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ പൊസിഷൻ. എന്ത് പറയാം? ഇൻ എനി അരിത്തമെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ പൊസിഷൻ. കേട്ടോ, ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി വരുന്ന കോൺസ്റ്റൻ്റ് ഏതാണ്? അത് നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ പൊസിഷൻ. പൊസിഷൻ എത്ര മാറുന്നു അതിനനുസരിച്ച് അവിടെയും വ്യത്യാസം, ആ സെയിം റിലേഷൻ അവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക, എങ്ങനെ നമുക്കൊരു ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം. തേർഡ് ടേം ആണ്, തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 12. അപ്പോൾ അതിൻ്റെ സെവൻത്ത് ടേം എന്ന് പറയുന്നത് 32. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 15th ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെ നമ്മൾ വേറൊരു രീതിയിൽ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 2 ടേം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് 15th ടേമോ മുന്നിലേക്കുള്ള ടേമും പിന്നിലേക്കുള്ള ടേമും കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതെങ്ങനെയായിരുന്നു? ആദ്യം നമ്മളിവിടെ 3rd 7th നമുക്ക് തന്നിരിക്കണേ. അപ്പോൾ അവിടുത്തെ പൊസിഷൻ നമുക്ക് തന്നതിൻ്റെ പൊസിഷൻ ചേഞ്ചും അതേപോലെ തന്നെ ടേം ചേഞ്ചും നമുക്കിവിടെ എഴുതാം. പൊസിഷൻ ചേഞ്ച് 3rd 7th തന്നിട്ടുണ്ട്. അപ്പം 3rd നിന്ന് 7th ആവാൻ 3rd നിന്ന് 7th ആവാൻ എത്രയാണ്? 7 - 3 = 4. അപ്പോൾ അവിടെ പൊസിഷൻ ചേഞ്ച് 4 ആണ്. അവിടെ എന്ത് ചെയ്തിരിക്കണം? ഇൻക്രീസ് ചെയ്താണ് ചെയ്തിരിക്കണം കണ്ടോ. പൊസിഷൻ ചേഞ്ച് അവിടെ ഇൻക്രീസ് ചെയ്തു. ടേം ചേഞ്ച്, ടേമിൽ അവിടെ എന്താണ് വ്യത്യാസം വന്നത്? 12 എന്നുള്ളത് 32 ആയി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്ര വരും? 32 - 12 = 20. അതോടെ എന്താ ചെയ്തിരിക്കണം? ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ പൊസിഷൻ അവിടെ 4 ഇൻക്രീസ് ചെയ്തപ്പോൾ ടേം ഇവിടെ എത്ര വ്യത്യാസം വന്നു? 20 ഇൻക്രീസ് ആയി അല്ലേ. അതായത് നമുക്ക് എന്ത് പറയാം? ഈ 20 ÷ 4 ആണ് അല്ലേ. അതായത് 4 ടൈംസ് അവിടെ ആഡ് ചെയ്തപ്പോഴാണ് 20 ഇൻക്രീസ് ആയത്. അപ്പോൾ 20 ÷ 4 = 5 ആണ്. ഒരു പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നത്. പൊസിഷൻ ഇൻക്രീസസ് ബൈ 1 ആണെങ്കിൽ ദ ടേം ഇൻക്രീസസ് ബൈ 5 ആണ് നമുക്കവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 15th ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ റിലേഷൻ നോക്കുക. 15th ടേമും നമുക്കിവിടെ 7th ടേം കിട്ടിയിരിക്കണേ. അപ്പോൾ 15 - 7 = 8 ആണ് അവിടെ എന്ത് വരുന്നത്? പൊസിഷൻ ചേഞ്ച് വരുന്നത്. അപ്പോൾ ടേം അവിടെ എത്ര ഇൻക്രീസ് ചെയ്തിരിക്കണം? ടേം ഇൻക്രീസസ് ബൈ ആ 8 മൾട്ടിപ്ലൈഡ് വിത്ത് എത്ര പൊസിഷൻ ചേഞ്ച്? 5, ദാറ്റ് ഈസ് 40. അപ്പോൾ നമ്മുടെ 7th ടേം എന്തായിരുന്നു? 32. അതിൻ്റെ കൂടെ ഈ 40 നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? 72 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ 15th ടേം എന്താണെന്ന് കിട്ടി? 72. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്നതിൻ്റെ പൊസിഷൻ ചേഞ്ചും ടേം ചേഞ്ചും കണ്ടുപിടിച്ചു. ഇത് നമ്മൾ നേരത്തെ ചെയ്ത രീതി. ഇതല്ലാതെ വേറൊരു രീതിയും കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞുതരാം.
അത് ഇൻക്രീസ് അത് കിട്ടി. 4 ഇൻക്രീസ് ചെയ്യുമ്പോൾ ടേം 20 ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. 20 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 5. പിന്നെ നമുക്ക് കാണാനുള്ളത് 15th ടേം ആയിരുന്നു. നമുക്ക് 7th ടേം തന്നിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ ചേഞ്ച് കണ്ടുപിടിച്ചു. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1 ആണെങ്കിൽ ടേം ഇൻക്രീസസ് ബൈ 5 ആണ്. അപ്പോൾ ഇവിടെ പൊസിഷൻ എത്ര കിട്ടി നമുക്ക്? 8. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 8 ആണെങ്കിൽ ടേം ഇൻക്രീസസ് ബൈ ആ 8 ഇൻറ്റു ഒരു പ്രാവശ്യത്തെ എത്രയാണ്? 5. അപ്പോൾ 8 5s are 40. അത് നമ്മുടെ ലാസ്റ്റത്തെ 7th ടേം ആയിരുന്നു അല്ലേ? അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15th ടേം കിട്ടി. ഇങ്ങനെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതല്ലാതെ ഇത് നമ്മുടെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള രീതിയിലും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കാം. പൊസിഷൻ ഇൻക്രീസസ് ബൈ 4, ദ ടേം ഇൻക്രീസസ് ബൈ 20 അല്ലേ? ഇവിടെ ഈ 15ഉം -7ഉം അതായത് 15th ടേമും 7th ടേമും തമ്മിലുള്ള പൊസിഷൻ ചേഞ്ചസ് എത്രയാണ്? 8 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പൊസിഷൻ ഇൻക്രീസസ് ബൈ 4. അത് നമുക്ക് കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ ടേം ഇൻക്രീസസ് ബൈ 20. ഇത് നമുക്ക് ആദ്യത്തേൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 15th ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ 15th ടേമും 7th ടേമും തമ്മിലുള്ള പൊസിഷൻ ചേഞ്ച് എത്രയായിരുന്നു? 8 ആയിരുന്നു. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഈ 8 എന്ന് പറയുന്നത്? 4 ഇൻറ്റു 2 ആണ്. അങ്ങനെയാണെങ്കിൽ ടേം ഇൻക്രീസസ് ബൈ ആ 20 ഇൻറ്റു ഏത് മൾട്ടിപ്ലൈ ചെയ്തു? 2, അതായത് 40. 20 ഇൻറ്റു 2 40. പൊസിഷൻ ഇൻക്രീസസ് ബൈ 4, ടേം ഇൻക്രീസസ് ബൈ 20. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 8 അതിൻ്റെ ഡബിൾ ആക്കുക. അങ്ങനെയാണെങ്കിൽ 20യുടെ ഡബിൾ എന്താണ്? 40. അപ്പോൾ നമ്മളതിനെ ആ 40നെ നമുക്ക് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യാം? നമ്മുടെ 7th ടേമിൻ്റെ കൂടെ ഈ 40 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മുടെ ഈ റിലേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് കണ്ടോ? ആദ്യത്തെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച രീതിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ തന്നെ 5th ടേം കണ്ടുപിടിച്ച് നോക്കാം. 5th ടേം. അപ്പോൾ 5th ടേം എന്ന് പറയുമ്പോൾ 5th ടേം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് 3rd ടേം ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ 12. അപ്പോൾ 3rd ടേം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം 5th ടേമിനോട് അടുത്ത് കിടക്കുന്നത് 3rd ടേമാണ്. അപ്പം ഇവിടെ നമുക്കറിയാം പൊസിഷൻ ഇൻക്രീസസ് ബൈ 4, ടേം ഇൻക്രീസസ് ബൈ 20 ആണ്. അപ്പോൾ ഇവിടെ 3rd ടേമും 5th ടേമും അപ്പോൾ 5 - 3 = 2 ആണ് അവിടെ എന്ത് വരുന്നത്? പൊസിഷൻ ചേഞ്ച് വരുന്നത്. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 4 ആണെങ്കിൽ ടേം ഇൻക്രീസസ് ബൈ 20. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 2. ഇവിടെ 2 ആ പൊസിഷൻ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 2. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 4നെ നമ്മൾ ഹാഫ് ആക്കി കണ്ടല്ലേ? പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 എന്ന് പറയുമ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് നമുക്കിവിടെ 2 കിട്ടിയത്. കണ്ട? 4 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ 4ൻ്റെ ഹാഫാണ് 2. അങ്ങനെയാണെങ്കിൽ ടേം എന്ത് വരും? ടേം ഇൻക്രീസസ് ബൈ ഇവിടെ 20 ആയിരുന്നു. അപ്പോൾ 20യുടെ ഹാഫ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 2 അതായത് 10. അപ്പം പൊസിഷൻ ഇൻക്രീസസ് ബൈ 4 ആണെങ്കിൽ ടേം ഇൻക്രീസസ് ബൈ 20. പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 എന്ന് പറയുമ്പോൾ 4ൻ്റെ ഹാഫാണ്. അപ്പോൾ ടേം ഇൻക്രീസസ് ബൈ 20യുടെ ഹാഫ് 10 കിട്ടി. നമ്മുടെ 3rd ടേം എന്തായിരുന്നു? 12. അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് എന്ത് കിട്ടി? 22 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ 5th ടേം എന്ത് കിട്ടി? 22 എന്ന് കിട്ടി. അപ്പോൾ മനസ്സിലായല്ലോ? ഇതേപോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസിനും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇൻക്രീസിങ് സീക്വൻസിന് ചിലപ്പോൾ നോക്കിയത് ഒരു 4th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 81 ആൻഡ് 6th ടേം എന്ന് പറയുന്നത് 71. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ? ഇതിൻ്റെ 20th ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20th ടേം ആദ്യം നമുക്ക് തന്നതിൻ്റെ പൊസിഷൻ ചേഞ്ച് നമുക്ക് നോക്കാം അല്ലേ? അത് വെച്ചിട്ട് വേണം നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പൊസിഷൻ ചേഞ്ച് 6 - 4 ദാറ്റ് ഈസ് 2. 2 അവിടെ എന്താ ചെയ്യണത്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ടേം ചേഞ്ച് നോക്കാം. ടേം അവിടെ വ്യത്യാസം എന്താ വരുന്നത്? ടേം അവിടെ 81 - 71 അതായത് 10. പക്ഷെ അതവിടെ ഡിക്രീസ് ചെയ്യുക അല്ലേ? 81 നിന്ന് 6th ടേം ആയപ്പോൾ 71ലേക്ക് കുറയുക ചെയ്തത് അല്ലേ? അപ്പോൾ അവിടെ ടേം അവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പൊസിഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുക ചെയ്തിരിക്കണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 20th ടേം. അപ്പോൾ 20 മൈനസ് നമുക്കറിയണ ടേം 6 ആണ് അല്ലേ? 20 - 6 = 14. 14 ആണ് അവിടെ എന്ത് വരുന്നത്? 14 പൊസിഷൻ. അപ്പോൾ 6ൽ നിന്ന് 14 പൊസിഷൻ. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതായിരുന്നു? പൊസിഷൻ ഇൻക്രീസസ് ബൈ 2. ഇവിടെ 2 ആണല്ലോ ഇൻക്രീസ് വന്നത്. അത് നമുക്കൊന്ന് എഴുതാം. പൊസിഷൻ ഇൻക്രീസസ് ബൈ 2
അപ്പോൾ ടേം ഡിക്രീസസ് ബൈ 10 കണ്ട പൊസിഷൻ 2 ഇൻക്രീസ് ചെയ്തപ്പോൾ ടേം ഡിക്രീസസ് ബൈ 10 ആണ്. ഇനി ഇവിടെയോ പൊസിഷൻ ഇൻക്രീസസ് ബൈ നമുക്ക് വേണ്ടത് എത്രയാണ് 14. ഈ 14 എന്ന് പറയുന്നത് എന്താണ് 2ൻ്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 14 കിട്ടുക. ആ ഒരു 7 നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ടേം ഡിക്രീസസ് ബൈ നമുക്ക് ഓൾറെഡി ഇവിടെ 10 കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് കിട്ടി 70 കണ്ടോ. അപ്പോൾ പൊസിഷൻ ഇൻക്രീസസ് ബൈ 2ൽ നിന്ന് പൊസിഷൻ ഇൻക്രീസസ് ബൈ 14 ആവാൻ എന്ത് ചെയ്തു 2 മൾട്ടിപ്ലൈഡ് വിത്ത് 7 ആ സെയിം നമ്പർ നമ്മളോട് ടേമിൻ്റെ ആ നമ്പറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 70 കിട്ടി. അപ്പോൾ നമ്മുടെ 6th ടേം എന്തായിരുന്നു 6th ടേം വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തല്ലേ 71 എന്ന്. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 71 - 70 = 1. അപ്പോൾ നമ്മുടെ 20th ടേം എന്താണെന്ന് കിട്ടി 1. വളരെ ഈസി അല്ലേ. തന്നിരിക്കുന്നതിൻ്റെ പൊസിഷൻ ചേഞ്ച് കണ്ടുപിടിക്കുക, ടേം ചേഞ്ച് കണ്ടുപിടിക്കുക, ആ റിലേഷൻ എഴുതുക. പൊസിഷൻ ഇൻക്രീസസ് ബൈ എത്രയാണോ അപ്പോൾ ടേമിന് അവിടെ ഇൻക്രീസ് ആണോ ഡിക്രീസ് എന്താ വരണേന്ന് എഴുതുക. പിന്നെ നമുക്ക് ചോദിച്ചതിൻ്റെയും പൊസിഷൻ ചേഞ്ച് കണ്ടുപിടിക്കുക. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അവിടെ എത്തിയത് ആ സെയിം നമ്പർ കൊണ്ട് നമ്മൾ ടേമിൻ്റെ അതും മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ആ തന്ന ടേമിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാം, ഡിക്രീസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ് അല്ലേ ഈ പ്രൊപ്പോർഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പേജ് നമ്പർ 21 കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യാം. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്